ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു അടിപൊളി അച്ചാറാണ് തയ്യാറാക്കാൻ പോണത്. ചിക്കൻ്റെ അച്ചാറാണ്. അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തത്. ഇത് ബോൺലെസ് ആണ്. ചിക്കൻ ബ്രസ്റ്റ് എന്തെങ്കിലും വാങ്ങി ചെറുതായി കട്ട് ചെയ്താൽ മതി. അതിനത് അപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇടണം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഉപ്പ്. ഞാനൊരു 1/4 ടീസ്പൂണേ ഇപ്പോൾ ഇടണുള്ളൂ. ബാക്കി പിന്നെ നമുക്കതിൻ്റെ ഗ്രേവിയിലിടാമല്ലോ. അച്ചാറുണ്ടാക്കുമ്പോൾ എന്തായാലും കുറച്ച് ഉപ്പും മുളകും ഒക്കെ കൂടുതൽ വേണം. അപ്പോൾ ഇതിട്ടൊന്ന് മിക്സാക്കി വെക്കുക. നന്നായിട്ട് മിക്സാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്കിത് വറുത്തെടുക്കേണ്ടി വരും കുറച്ച് ഓയിലിൽ. അപ്പോൾ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ഉപയോഗിക്കാം. നമ്മളിതിപ്പോൾ കുറേ കാലമൊന്നും കാത്തു വയ്ക്കില്ലല്ലോ, പെട്ടെന്ന് കഴിയുന്നതല്ല. അപ്പോൾ കോക്കനട്ട് ഓയിൽ വേണമെങ്കിൽ അതിലുണ്ടാക്കാം. ഞാൻ പക്ഷേ സൺഫ്ലവർ ഓയിലാണ് ഉണ്ടാക്കണത്. അപ്പോൾ നന്നായി മിക്സാക്കി വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കാം. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. ഈ ഉള്ളിയും ഇഞ്ചിയൊക്കെ വാട്ടിയെടുക്കാനുള്ളതാണത്. ഒരു 3 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പം അതിലേക്ക് നമുക്ക് ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ഇതിലേക്ക് വറ്റൽമുളക് വേണം. അപ്പോൾ ഇഞ്ചി 1 ടേബിൾ സ്പൂണാണ് ചെറുതായി കട്ട് ചെയ്തത്. വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ ചെറുതായി കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു വറ്റൽമുളക് ഒരു 5-6 ഉണ്ട്. ചെറുതുള്ളത് അതാണ് ഞാനൊരു 6 എടുത്തത്. 6-5 ഉണ്ട്. ഇത് വറ്റൽമുളക് ഇടുക. കുറച്ച് കറിവേപ്പില ഇടുക. കറിവേപ്പിലയ്ക്ക് പിന്നെ കണക്കൊന്നും വെച്ചിട്ടില്ല. 3-4 തണ്ട് ഇടാം. ഇത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായി വഴറ്റിയെടുക്കണം നമുക്ക്. പിന്നെ ഞാൻ വേറൊരു പാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് ആ ചിക്കൻ വറുത്തെടുക്കാം. അത് കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരും. ഷാലോ ഫ്രൈ അല്ല, കുറച്ച് ഡീപ്പ് ഫ്രൈ തന്നെ ആയിട്ട് എടുക്കണം. അത് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചെടുക്കുക. അത് ചൂടാകുമ്പോഴേക്ക് ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. ചിക്കൻ ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അത് നന്നായി വേവണം. അത് കുറേ മൊരികയുണ്ട, എന്നാലും നന്നായി വേവണം. എല്ലാം ഒന്നിച്ചിടും. ഷാളോ ഫ്രൈ ചെയ്യുന്ന വെച്ചാൽ കുറേ മുങ്ങിക്കെടുത്താൽ നമ്മൾ പപ്പടം വറക്കണ പോലെ ഒന്നും വറക്കണ്ട. പിന്നെ അതിൻ്റെ മസാലയൊക്കെ പോകും. പിന്നെ ഇത് വാടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് വേറെ മസാലകൾ ഇടേണ്ടി വരും. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ഇടേണ്ടി വരും. ഒന്ന് മൊരിയട്ടെ നന്നായിട്ട്. ഇപ്പോൾ മറ്റേത് 2 സൈഡും മൊരിഞ്ഞതിന് ശേഷം നമുക്കത് അതിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ ചിക്കൻ ഇത് വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് അത് കോരിയെടുത്തിട്ട് ഇതിലേക്ക് ഇടാം. പക്ഷെ അതിന് മുന്നേ ഇതിൽ കുറച്ച് കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇത് വെളുത്തുള്ളി, ഇഞ്ചി, വറ്റൽമുളക്, വേപ്പില, പിന്നെ അതിലൊരു 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് വഴണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി കുറച്ച് മുളക് പൊടിയൊക്കെ ഇടാം.
കുറച്ച് ഒരു 2 സ്പൂൺ മുളക് പൊടി. അപ്പോൾ ഇത് എരിവ് കുറഞ്ഞതിന് നിങ്ങൾ എരിവ് അനുസരിച്ച് ഇടണം കേട്ടോ. അച്ചാറാകുമ്പോൾ കുറച്ച് എരിവൊക്കെ വേണ്ടേ. അപ്പോൾ ഗ്യാസ് ചെറുതാക്കിയിട്ട് വേണം അത് ഇടാനായിട്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി വീണ്ടും ഇടുക. ആദ്യം ഇട്ടിട്ടുണ്ട്. മുളക് പൊടി കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഇടാം കേട്ടോ. അപ്പോൾ എരിവ് കുറഞ്ഞതിനെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. അച്ചാറാകുമ്പോൾ കുറച്ച് മുളകൊക്കെ വേണ്ടേ. അപ്പോൾ ഇത് ഇട്ടതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഉലുവ വേണം. ഉലുവ, കായം, പിന്നെ ഇത് കടുക് വറുത്ത് പൊടിച്ചതിന്. അപ്പോൾ ആദ്യം നമുക്ക് ഉലുവ ഇടാം. 1 സ്പൂണാണ് ഉലുവ. 1 സ്പൂണുള്ളൂ. 1 സ്പൂൺ ഉലുവ. പിന്നെ 2 സ്പൂൺ കടുക് വറുത്ത് പൊടിച്ചാണത്. എണ്ണയിലിട്ട് വറുത്തതൊന്നല്ല, ഡ്രൈ റോസ്റ്റാണ്. എന്നിട്ട് വറുത്ത് പൊടിച്ചതാണത്. കരിയാൻ പാടില്ല, പിന്നെ അതിൻ്റെ ടേസ്റ്റ് മാറും. അതിടെ പിന്നെ കുറച്ച് കായം, ഒരു 1/4 ടീസ്പൂൺ കായം. അതിട്ടൊന്ന് ഇളക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിക്കണം അതിൽ. ഇത് തിളപ്പിച്ചാറിയ വെള്ളമാണ്. ശരിക്കും ആ ചിക്കൻ മുങ്ങാനുള്ള അത്രയും വെള്ളം വേണ്ടി വരും. കുറച്ചും കൂടി ഒഴിക്കുക. ചിക്കൻ ഇട്ടൊന്ന് കുറുകേണ്ട വരും. ഇനി കുറച്ച് വിനീഗർ ഒഴിക്കേണ്ട വരും. പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടുക. ഇത്രയാണ് കുക്കിങ്ങിന് വേണ്ട സാധനങ്ങളും സമയവും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണത്. ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കത് ഇട്ടെടുക്കാം. ചിക്കൻ തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ചിക്കൻ അതിലേക്ക് ഇടാം. ഇതിലധികം എണ്ണയൊന്നും ഇല്ല. കൂടുതൽ എണ്ണ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ കോരി എടുത്തിട്ട് ഇതിലേക്ക് ഇട്ടാൽ മതി. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. അതിൻ്റെ കുറച്ചും കൂടി ഒന്ന് കട്ടിയാവണം. അതിൻ്റെ ഗ്രേവി ഒന്ന് തിളച്ചെല്ലാം കൂടെ ഒന്ന് പിടിക്കണം അതിലേക്ക്. അപ്പോൾ നമ്മുടെ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു 3 സ്പൂൺ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പുളിയൊക്കെ നോക്കിയിട്ട് എത്രയാണ് വേണ്ടതെന്ന് വെച്ചെങ്കിൽ നാളെയെല്ലാം ഒഴിച്ചു കൊടുക്കാം നോക്കിയിട്ട്. ഒരു ദിവസം ഇരിക്കുമ്പോഴേ ഇതിൻ്റെ ഉപ്പും പുളിയൊക്കെ ശരിക്കും മനസ്സിലാവുള്ളൂ. അപ്പോൾ പോരാത്തത് നാളെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നല്ല കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി ഒന്ന് ഇത് ചൂടാറുമ്പോൾ കുറച്ചും കൂടി കട്ടിയായിക്കോളും. അപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കടുക്, ഉലുവ ഒക്കെ കുറച്ചും കൂടി കുറയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് കുറയ്ക്കാം കേട്ടോ. ചിലർക്ക് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഉലുവ ഒന്ന് നിറച്ചെടുക്കണ്ട. 1 സ്പൂൺ അങ്ങനെ വടിച്ചെടുക്കണം പോലെ എടുത്താൽ മതി ഉലുവയും കടുകും. അപ്പോൾ നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കുക. ഇത് എൻ്റെ ചേച്ചി പറഞ്ഞൊരു റെസിപ്പിന്. അപ്പോൾ ചോറിലേക്കൊക്കെ കൂട്ടാനായിട്ട് നല്ലതെന്ന്. ഇപ്പോൾ ചിലർക്കൊക്കെ ഇന്ന് നോൺ വെജ് വേണമെന്നുള്ളവർക്കൊക്കെ അഥവാ ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ഇതിൽ നിന്നൊക്കെ എടുത്ത് അന്നത്തെ ദിവസം അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നല്ലൊരു അച്ചാറാണിത്. നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം.